لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സാമൂഹ്യ ജീവിയാണല്ലോ മനുഷ്യൻ. സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളുമായി ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബന്ധപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവൻ ഇടപഴകുന്ന എല്ലാവരുമായി അവന് ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അനാഥരാകട്ടെ, അഗതികളാകട്ടെ, ബന്ധുക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, അന്യനാട്ടുകാരനാകട്ടെ, സ്വന്തം നാട്ടുകാരനോ വീട്ടുകാരനോ ആകട്ടെ, അവരോടെല്ലാം തന്നെ ബാധ്യതകളുള്ളവനാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അയൽവാസികളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിഗൗരവതരമായ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ലനൻതു അന്നീ സയുവരിസുഹു. ജിബ്രീൽ അയൽവാസികളുടെ കാര്യം എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, ഞാൻ കരുതുന്നതുവരെ. ഞാൻ അയൽവാസിക്ക് അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന ഒരവസ്ഥ വരെ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി അയൽവാസിയുടെ കാര്യത്തെക്കുറിച്ച് ജിബ്രീൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് നബി തിരുമേനി പഠിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, വിശ്വാസവുമായി ഇണക്കി ചേർത്തുകൊണ്ടാണ് ഈ ഒരു അയൽപക്ക ബന്ധത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ തിരുമേനി ഒരിക്കൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് 3 വട്ടം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഒരാൾ വിശ്വാസിയാവുകയില്ല. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്കാകെ ഒരു വല്ലാത്ത ബേജാറ്. അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാ, ആരെക്കുറിച്ചാ താങ്കളീ പറയുന്നത് നബിയെ? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, വല്ലദീ ലാ യഉമനു ജാറുഹു ബവാഇഖഹു, സ്വന്തം അടുത്ത വീട്ടുകാരൻ ഇയാളെ കൊണ്ടുണ്ടാകുന്ന ദ്രോഹത്തിൽ നിന്ന് സുരക്ഷിതനായി കഴിയാത്ത കാലത്തോളം ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് നബി തിരുമേനി ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്ര ഗൗരവതരമായിട്ടാണ് ഇസ്ലാം ഇക്കാര്യം പറയുന്നത്. സൂറത്തു നിസായിലെ 36-ാമത്തെ വചനത്തിൽ പടച്ച റബ്ബും അതുപോലെ തന്നെ മാതാപിതാക്കളുമായൊക്കെയുള്ള കാര്യം പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകം എണ്ണിപ്പറഞ്ഞ ഒന്നാണ് വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് എന്നുള്ളത്. അന്യനായ അയൽവാസിയും അടുത്ത ബന്ധുക്കളിൽപ്പെട്ട അയൽവാസിയും അവരുടെ കാര്യത്തിൽ നന്മ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഇന്ന് അയൽപക്ക ബന്ധങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെ അവസാന ഭാഗം ലാ യഅ്മനു ജാറുഹു ബവാഇഖുഹു എന്നാണ്. ഇയാളെ കൊണ്ടുള്ള ദ്രോഹത്തിൽ നിന്ന് അയൽവാസി നിർഭയനാകാത്ത അവസ്ഥയിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ്. തൊട്ടടുത്ത വീട്ടിലെ രോഗാവസ്ഥയോ അതല്ലെങ്കിൽ അവരുടെ അഭിരുചികളോ പരിഗണിക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ പലപ്പോഴും അവർക്കിഷ്ടമില്ലാതെ തന്നെ അവരുടെ പറമ്പിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവസ്ഥ, അതിരുകളുടെ പേരിലുള്ള പരസ്പര തർക്കങ്ങൾ, അതുപോലെ തന്നെ അവരെക്കുറിച്ച് നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ നമ്മൾ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നാണം കെടുത്തൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. അയൽവാസി ആദരിക്കുക എന്ന ശൈലിയാണ് റസൂൽ തിരുമേനി പ്രയോഗിച്ചിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു.
ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനാണല്ലോ മുഅ്മിൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയാറുള്ളത്. അപ്പോൾ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ എന്നർത്ഥം. അവൻ ചെയ്യേണ്ടത് ഫൽയുക്രിം ജാറഹു, തൻ്റെ അയൽവാസിയെ ആദരിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ഇദാ തബഖ്ത മറക്കത്തൻ ഫക്സിർ മഅഹ, നീ കറി ഉണ്ടാക്കുന്നുവെങ്കിൽ വെള്ളം കുറച്ച് അധികരിപ്പിക്കുക. വത് ആഹദ് ജീറാനക്ക, നിൻ്റെ അയൽവാസിക്ക് കൂടി നീ അത് പകുത്തു നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിമാകണം എന്ന നിബന്ധനയൊന്നും വെച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം പരിഗണിക്കേണ്ടതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു ആടിനെ അറുത്തു. ആടിനെ അറുത്തപ്പോൾ അത് അയൽവാസികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, മുസ്ലിങ്ങളായ ആളുകൾ കൊടുക്കുന്നുണ്ട്, പലർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ഈ തൻ്റെ വീട്ടിലുള്ള പരിചാരകനായ മനുഷ്യനോട് ചോദിച്ചു, അഹദൈത്ത ലിജാറിനൽ യഹൂദി, ജൂതനായ നമ്മുടെ അയൽവാസിക്ക് കൊടുത്തോ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പലവട്ടം ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു, അയാളൊരു യഹൂദിയല്ലേ, ജൂതനല്ലേ? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ, അയാൾ ജൂതൻ തന്നെയാണ്. പക്ഷേ അയൽവാസിയുടെ കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ഞങ്ങളെ ഉപദേശിച്ചിരുന്നു എന്നാണ്. അതായത് അയൽവാസി ഏത് മതക്കാരനാണെന്നോ ഏത് ജാതിക്കാരനാണെന്നോ പരിഗണിക്കാതെ തന്നെ അവനെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ സ്വയം ആലോചിക്കുക. നമ്മുടെ അടുത്തും അയൽപക്കങ്ങളുണ്ട്. മതിലുകൾ കെട്ടി പലപ്പോഴും നമ്മൾ അവരും നാമുമായുള്ള ബന്ധങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാകാം. അവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിലേക്കും പോകുന്നതിനെ നമ്മൾ തടഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ആളുകളായിരിക്കാം. എന്നാലും ശരി, സ്വന്തം അയൽപക്കത്ത് എന്ത് നടക്കുന്നു എന്നും അവിടെ സാമ്പത്തികവും സാമൂഹികമായ സ്ഥിതി എന്ത് എന്നും അവരെ പ്രയാസപ്പെടുത്തുന്ന മാനസിക സംഘർഷങ്ങൾ എന്ത് എന്നും അതിന് തനിക്കെന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കുമെന്നും ചിന്തിക്കുകയും അതിനുള്ള വഴികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ശരിയായ സത്യവിശ്വാസിയായി മാറുകയുള്ളൂ. ശരിയായ സത്യവിശ്വാസി അല്ലെങ്കിൽ പിന്നീട് സ്വർഗീയ പ്രവേശനം എന്നുള്ളത് വളരെ അകലെയുള്ള ഒരു മാർഗം മാത്രമായിരിക്കും, ഒരു മരീചിക മാത്രമായിരിക്കും എന്നുകൂടി നമ്മൾ സ്വയം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത ബന്ധുക്കളോടും അതുപോലെ തന്നെ അകന്ന ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെയുള്ള സ്നേഹവും ബന്ധവും നിലനിർത്തിക്കൊണ്ട് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിച്ച് മരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.